നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വിദ്യാഭ്യാസ വികസന വിരോധ സമരങ്ങളിൽ പങ്കുണ്ടായിട്ടില്ലെന്നതാണ് KSUവിൻ്റെ പ്രത്യേകതയെന്ന് രമേശ് പിഷാരടി MLA. ഇന്ന് വിദേശ സർവകലാശാലകളെ ക്ഷണിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിയത് എങ്ങനെ സംഭവിച്ചെന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ സ്വാശ്രയ കോളേജ് സമരവും ചേർത്ത് വായിക്കണമെന്നും MLA. പാലക്കാട് KSUവിൻ്റെ 70ാം ജന്മദിനാഘോഷം. വർണ്ണാഭമായി 2026-27 അധ്യയന വർഷത്തെ അംഗനവാടി പ്രവേശനോത്സവം. അംഗനവാടികളിൽ പാട്ടും കഥയും കളികളുമായി കുരുന്നുകളെ സ്വീകരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടികളും ഈ വർഷത്തോടെ പൂർണ്ണമായും വൈദ്യുതീകരിക്കുമെന്നും കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി അംഗനവാടികളിൽ ആഴ്ചകളിൽ നൽകി വരുന്ന പാലും മുട്ടയും എല്ലാ ദിവസവും നൽകുമെന്നും വനിതാ ശിശുവികസന വകുപ്പ്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും കോട്ടായി മിനി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ല. വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ചാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം. ബസ് സ്റ്റാൻഡിൽ ശുചിമുറി ഇല്ലാത്തതും മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതും സ്റ്റാൻഡിൽ കയറുന്നതിന് തടസ്സം. കോട്ടായി സെൻട്രലിലെ ഗതാഗതക്കുരുക്ക് പഴയപടി തന്നെ. ഷൊർണൂരിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കടത്തിയ 19.5 ലക്ഷം രൂപയുമായി യുവാവിനെ ഷൊർണൂർ പോലീസ് പിടികൂടി. മഹാരാഷ്ട്ര സ്വദേശിയായ സന്തോഷാണ് പോലീസ് പിടിയിലായത്. ട്രെയിൻ മാർഗം പണം ഷൊർണൂരിലെത്തിച്ച് അവിടെ നിന്നും ബസ് മാർഗം പണം തൃശ്ശൂരിൽ എത്തിക്കാനായിരുന്നു പദ്ധതി. 2025 രേഖകളില്ലാതെ 33 ലക്ഷം കടത്തിയ കേസിൽ കുഴൽമന്ദം പോലീസിലും പ്രതിക്കെതിരെ കേസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വിദ്യാഭ്യാസ വികസന വിരോധ സമരങ്ങളിൽ പങ്കുണ്ടായിട്ടില്ലെന്നതാണ് KSUവിൻ്റെ പ്രത്യേകതയെന്ന് രമേശ് പിഷാരടി MLA പറഞ്ഞു. ഇന്ന് വിദേശ സർവകലാശാലകളെ ക്ഷണിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിയതെങ്ങനെ സംഭവിച്ചുവെന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ സ്വാശ്രയ കോളേജ് സമരവും ചേർത്ത് വായിക്കണമെന്നും MLA പറഞ്ഞു. പാലക്കാട് KSUവിൻ്റെ 70ാം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്നും പ്രതിവർഷം 25,000 വിദ്യാർത്ഥികളാണ് വിദേശ വിദ്യാഭ്യാസം തേടി പോകുന്നത്. ഇതിലൂടെ 12,500 കോടി രൂപയാണ് വിദേശത്ത് ചെലവഴിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കണം. വിദ്യാഭ്യാസ രംഗത്തെ വികസന മുന്നേറ്റങ്ങളെ ഇല്ലാതാക്കിയത് പുരോഗമനം അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. അവകാശം മുടക്കികളായി എവിടെയും KSU ഉണ്ടായിരുന്നില്ലെന്നതുപോലെ തന്നെ അവകാശ പ്രക്ഷോഭങ്ങളിൽ KSU എക്കാലത്തും ഉണ്ടായിരുന്നുവെന്നതും പ്രത്യേകതയാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 2.5 ലക്ഷം കുട്ടികളാണ് ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നത് എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക്. വർഷാവർഷം ഏകദേശം 50,000 കുട്ടികൾ പുറത്തു പോകുന്നുണ്ട്. 50,000 കുട്ടികൾ ഒരു വർഷം പുറത്തു പോകുന്നു എന്ന സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് 25 ലക്ഷം വിമാന ടിക്കറ്റും താമസവും പഠനവും ചെലവും ഉൾപ്പെടെ ഒരു കുട്ടിക്ക് ഫീസാകുമെന്ന സാഹചര്യത്തിൽ 50,000 കുട്ടികളുടെ 25 ലക്ഷം രൂപ ഒരു കൊല്ലം ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഏകദേശം 12,500 കോടി രൂപയാണ്. ഇത്രയും രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ ചെറിയ സംസ്ഥാനത്തുനിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇവിടെ നിക്ഷേപം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിലൊന്നും പിന്നെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. വിദ്യാഭ്യാസത്തിന് ഇത്രയും ആളുകൾ പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഇവിടെ വന്നത് എപ്പോഴും പിന്തിരിപ്പനാശയങ്ങളുള്ള പ്രസ്ഥാനങ്ങൾ പല മുന്നോട്ടുള്ള കുതിപ്പിനെയും പിടിച്ചു നിർത്തിയതിൻ്റെ ഫലമായിട്ടാണ്. KSU അവിടെ ഇല്ല എന്നത് വലിയ സന്തോഷമാണ്. KSUവിൻ്റെ 70ാം ജന്മദിനാഘോഷ പരിപാടിയിൽ KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, KPSC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് S ജയഘോഷ്, KPSC അംഗം സുബ്രഹ്മണ്യൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് ചെറാട്, KSU ഭാരവാഹികളായ ഗൗജ വിജയൻ, അജാസ് കുഴൽമന്ദം, ജിതേഷ് നാരായണൻ, PK അനസ്, ബിജു ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വർണ്ണാഭമായി 2026-27 അധ്യയന വർഷത്തെ അംഗനവാടി പ്രവേശനോത്സവം. വിവിധ അംഗനവാടികളിൽ പാട്ടും കഥയും കളികളുമായി കുരുന്നുകളെ സ്വീകരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടികളും ഈ വർഷത്തോടെ പൂർണ്ണമായും വൈദ്യുതീകരിക്കുമെന്ന് വനിതാ ശിശുവികസന വകുപ്പ് അറിയിച്ചു. കുട്ടികളെ പോഷകാഹാര നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി അംഗനവാടികളിൽ ആഴ്ചകളിൽ നൽകിയിരുന്ന പാലും മുട്ടയും ഇനി മുതൽ എല്ലാ ദിവസങ്ങളിലാക്കി മാറ്റാനും തീരുമാനിച്ചു. അംഗനവാടികളിൽ പ്രവേശനോത്സവം. സ്നേഹവും കരുതലും കളിച്ചിരികളും നിറഞ്ഞ അംഗനവാടികൾ വീണ്ടും തുറന്നു. പലയിടങ്ങളിലും അംഗനവാടികളിലെ പ്രവേശനോത്സവം ആഘോഷമാക്കി മാറ്റി. ഷൊർണൂരിലെ ചുടുവാലത്തൂർ 81 നമ്പർ അംഗനവാടിയിലെ പ്രവേശനോത്സവം കൗൺസിലർ വിനോദ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹവും കരുതലും കളിച്ചിരികളും നിറഞ്ഞ അംഗനവാടികൾ വീണ്ടും തുറന്നു. പലയിടങ്ങളിലും അംഗനവാടികളിലെ പ്രവേശനോത്സവം ആഘോഷമാക്കി മാറ്റി. ഷൊർണൂരിലെ ചുടുവാലത്തൂർ 81 നമ്പർ അംഗനവാടിയിലെ പ്രവേശനോത്സവവും കെങ്കേമമായി. പുതിയ അംഗനവാടി കെട്ടിടം പ്രത്യേകം അലങ്കരിച്ചു. മിഠായി നൽകിയാണ് കുട്ടികളെ സ്വീകരിച്ചത്.
പ്രീ സ്കൂൾ പഠനത്തിനേക്കായി 3 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കായിരുന്നു പ്രവേശനോത്സവം. നിലവിൽ പഠിക്കുന്ന കുട്ടികളും പുതുതായി ചേരാൻ വന്ന കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട്. കൂടാതെ ഇവിടെ നിന്നും യാത്രയച്ചു പോകുന്ന കുട്ടികളും പങ്കെടുത്തിരുന്നു. വാർഡ് കൗൺസിലർ വിനോദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം സ്ഥലസൗകര്യമുള്ള നല്ല ആധുനിക രീതിയിൽ കെട്ടിടം നിർമ്മിച്ചു തന്ന MLA നിർമ്മിച്ചു തന്ന ഫണ്ടിൽ നിന്നുമുള്ള റൂമിലാണ് നമ്മളിന്ന് ഇവിടെ ഈ അംഗനവാടിയുടെ പ്രവേശനോത്സവം നടത്തിയിരിക്കുന്നത്. ഈ പ്രവേശനോത്സവത്തിൽ ഇന്ന് നമ്മൾ ഏതാണ്ട് 12 പുതിയ കുട്ടികൾ 10-13 പഴയ കുട്ടികളും തിരിഞ്ഞു പോകുന്നതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി ആശംസ അറിയിക്കുകയാണ്. അംഗനവാടി എന്ന് പറയുമ്പോൾ അക്ഷരം അഭ്യസിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് അവരുടെ ശീലങ്ങളും ശുചിത്വവും പെരുമാറ്റവും ഒരു പഠന കേന്ദ്രമായി കൊണ്ട് ഉപയോഗിക്കുന്നതാണ് അംഗനവാടികൾ. നിലവിലെ പഴയ ബാലവാടികൾ മാറ്റം വന്ന് സാമൂഹികമായും അവരുടെ ആരോഗ്യപരമായും വളർച്ചയ്ക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മാതൃകാപരമായിട്ടാണ് കേരളത്തിലെമ്പാടെ അംഗനവാടികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ KN അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അംഗനവാടി ടീച്ചർ ബിന്ദു, സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയയപ്പ് നൽകി പോകുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കളും മറ്റു ക്ഷണിക്കപ്പെട്ടവരും പ്രവേശനോത്സവ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മകര കുനിയമ്പാടം അംഗനവാടിയിൽ നടന്ന പ്രവേശനോത്സവം വാർഡംഗം ആസിയ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്ലാസും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും ഉണ്ടായിരുന്നു. യാത്രയായിട്ടും പ്രവേശനോത്സവം, കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് ട്രോഫി വിതരണം, 10ാം ക്ലാസ് SLC ഫുൾ A+, +2 ഫുൾ A+, അവർക്കും പിന്നെ ഒരു ട്രോഫി കൊടുക്കാനും ആ ചടങ്ങുകളെല്ലാം കൂടെ ഇവിടെ നടത്തുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ കുനിയമ്പാടത്തെ പിള്ളേർക്ക് ഒരു ബോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം കൊടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു പരിപാടിയായിട്ട് നമുക്ക് ഈ പ്രവേശനോത്സവം നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ ടീച്ചർ ഇതുവരെ 2-3 മാസം ലീവിലായിരുന്നു. ഇപ്പോൾ പിന്നെ ലീവ് കഴിഞ്ഞ് ഇന്ന് എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരുവിധം ഭംഗിയായി നടന്നു എന്നാണ് എൻ്റെ വിചാരം. ഇങ്ങനെയാണ് ഞങ്ങൾ ALMC കമ്മിറ്റിക്കാർ 4-5 പേര് എല്ലാവരും ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പഠനോപകരണങ്ങളുടെ വിതരണവും ഉണ്ടായിരുന്നു. P. ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. A+ നേടിയ 2 വിദ്യാർത്ഥികളെ പഞ്ചായത്ത് അംഗം ആദരിച്ചു. JPHN മായ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പുതിയ കുട്ടികൾക്ക് ഉപഹാരവും മധുരവും നൽകിയാണ് സ്വീകരിച്ചത്. അംഗനവാടി കുട്ടികൾക്കായി ബാഗ് സ്പോൺസർ ചെയ്ത കൂട്ടാല സ്വദേശികളായ കനകദാസ്, രാജേഷ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. അംഗൻവാടി ടീച്ചർ ബേബി വിമല, ലീല ബാലകൃഷ്ണൻ, പ്രിയ, സുനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂരിലെ ചന്ദനപ്പുറം അംഗനവാടിയിലെ പ്രവേശനോത്സവവും യാത്രയപ്പും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഠനോപകരണ വിതരണവും ഉണ്ടായിരുന്നു. കാരണം പാരാപ്തങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം ജീവിതവുമായി നെട്ടോട്ടമോടുമ്പോൾ ആ മക്കളെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ തന്നെ കഴിയാതിരുന്ന ഒരു തലമുറയിലൂടെ ജീവിച്ചു വന്ന ആളുകളാണ് നമ്മളെല്ലാം. എന്നാൽ ഇന്ന് അതിനെല്ലാം മാറ്റം വന്നുകൊണ്ട് നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളെ മക്കളിലൂടെയാണ്. അത് മാത്രമല്ല, പഴയ കാലങ്ങളിലെല്ലാം ഒരു സമ്പത്ത് എന്ന് പറയുമ്പോൾ കൃഷിക്കാരായ ഇസ്മായിൽക്കാരെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. കുറേ കൃഷി, എനിക്ക് ഇത്ര വർഷം കൃഷിയുണ്ട്. ചടങ്ങിൽ PM യൂസഫ് അധ്യക്ഷത വഹിച്ചു. പുതിയ കുട്ടികൾക്കുള്ള ബാഗും പഠനോപകരണങ്ങളുടെ വിതരണവും VM അൻവർ സാദിഖ് നിർവഹിച്ചു. പുതിയ കുട്ടികളെ പൂച്ചെണ്ടുകളും മധുരവും നൽകിയാണ് സ്വീകരിച്ചത്. C. ഇസ്മായിൽ, A. ശിവദാസൻ, PC ഉണ്ണികൃഷ്ണൻ, മുരളീധരൻ, ഹരീന്ദ്രൻ, K. ലതിക, KS അനിത, സുമതി, ഇന്ദിര, സതി എന്നിവർ സംസാരിച്ചു. അംഗനവാടി ടീച്ചർ M. നൂർജഹാൻ സ്വാഗതവും K. ലതിക നന്ദിയും പറഞ്ഞു. മുഴുവൻ കുട്ടികൾക്കും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിന്റെ സ്വന്തം ചെലവിലാണ് ബാഗും പഠനോപകരണങ്ങളും നൽകിയത്. അംഗൻവാടിയിൽ നിന്നും 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള യാത്രയപ്പും ഇതോടനുബന്ധിച്ച് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരിങ്ങോട്ടുകുറിശി കാവുതിയാംപറമ്പ് അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അംഗൻവാടി വർക്കർ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പുതിയ കുട്ടികളെ സ്വീകരിക്കുന്നതോടൊപ്പം അംഗൻവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് യാത്രയപ്പും നൽകി. രക്ഷിതാക്കളുടെ സ്നേഹോപഹാരം വർക്കറും ആയും ഏറ്റുവാങ്ങി. ഷൊർണൂരിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കടത്തിയ 19.5 ലക്ഷം രൂപയുമായി യുവാവിനെ ഷൊർണൂർ പോലീസ് പിടികൂടി.
മഹാരാഷ്ട്ര സ്വദേശിയായ സന്തോഷാണ് പോലീസിൻ്റെ പിടിയിലായത്. ട്രെയിൻ മാർഗം പണം ഷൊർണൂരിലെത്തിച്ച് അവിടെ നിന്നും ബസ് മാർഗം പണം തൃശ്ശൂരിലെത്തിക്കാനായിരുന്നു പദ്ധതി. 2025 രേഖകളില്ലാതെ 33 ലക്ഷം കടത്തിയ കേസിൽ പാലക്കാട് കുഴൽമന്ദം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ബാഗുമായി നിൽക്കുന്നത് കണ്ട യുവാവിനെ ഷൊർണൂർ പോലീസ് പരിശോധിച്ചപ്പോഴാണ് കുഴൽപ്പണം പിടിച്ചെടുത്തത്. ട്രെയിൻ മാർഗം ഷൊർണൂരിലെത്തിച്ച് അവിടെ നിന്നും ബസ് മാർഗം തൃശ്ശൂരിലേക്ക് കടത്താനായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. 2025 രേഖകളില്ലാതെ 33 ലക്ഷം രൂപ കടത്തിയ കേസിൽ പാലക്കാട് കുഴൽമന്ദം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാം, ഷൊർണൂർ CI പി വിഷ്ണു, SI KP അശ്വൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ T സജീഷ്, ജില്ലാ ഡാൻസ് എഫ് സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. മഹാരാഷ്ട്രയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പണം കടത്തലാണ് പ്രതി ലക്ഷ്യമിട്ടതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും കോട്ടായി മിനി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ല. വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷൻ്റെ കീഴിൽ 1 കോടി രൂപ ചിലവഴിച്ചാണ് മിനി ബസ് സ്റ്റാൻഡ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മിനി ബസ് സ്റ്റാൻഡിൽ ശുചിമുറി ഇല്ലാത്തതും മഴയും വെയിലും കൊള്ളാതിരിക്കാൻ സംവിധാനമില്ലാത്തതിനാലാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാത്തതെന്ന് പറയുന്നു. കോട്ടായി സെൻറ്ററിലെ ഗതാഗതക്കുരുക്ക് പഴയപടി തന്നെ. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 15ാം വാർഷിക പൊതുയോഗം ചേർന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളെ ആദരിക്കൽ, കുട്ടികൾക്കുള്ള എൻഡോമെൻ്റ് വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 15ാം വാർഷിക പൊതുയോഗമാണ് ശനിയാഴ്ച രാവിലെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ബാലൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, PTA പ്രസിഡന്റ് രവീന്ദ്രൻ, ഹെഡ്മിസ്ട്രസ് M ഗീത, P ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി വേണുഗോപാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ മോഹൻകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. M രാമേന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പരീക്ഷയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. കിഡ്സ് സ്കോളർഷിപ്പ് വിഭാഗത്തിൽ LP UPയിലെ 18 കുട്ടികൾക്കുള്ള മെമൻറ്റോകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കൂടാതെ സംസ്ഥാന ശാസ്ത്ര കലാമേളകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ചടങ്ങിൽ ജനപ്രതിനിധികളെ ആദരിക്കലുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ അംഗങ്ങളുടെ മക്കൾക്ക് പഠന കിറ്റ് വിതരണം ചെയ്ത ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. പഠന കിറ്റ് വിതരണോദ്ഘാടനം പ്രഭാകരൻ MLA നിർവഹിച്ചു. വിവിധ പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു. സമൂഹത്തിൻ്റെ ഏതു രംഗവും കീഴടക്കാൻ പരിമിതിയുള്ളവർക്കും സാഹചര്യം നിലവിലുണ്ട്. പരിമിതിയുള്ളവരെയും പാർശ്വവൽക്കപ്പെട്ടവരെയും മുഖ്യധാരയിലെത്തിക്കാൻ കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും പ്രഭാകരൻ MLA തുറന്ന് സംസാരിക്കവേ പറഞ്ഞു. ഒരു കുടുംബത്തിൽ അത്തരത്തിലൊരാളുണ്ടായാൽ ആ കുടുംബത്തിൻ്റെയൊക്കെ ഒരു സന്തോഷം മങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാറുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഒരു സംഘടനാപരമായി 1967 മുതൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന ഇത്തരം ആൾക്കാരുടെ പരിമിതികളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിൽ നിന്നും മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നൊക്കെ സഹായം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനം ഈ സംഘടന നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊല്ലവും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക എന്നത് മാത്രമല്ല, വിവിധ വ്യക്തികളുടെയും സംഘടനകളുടെയും സഹായത്തോടു കൂടിയാണ് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പഠന കിറ്റുകൾ വിതരണം ചെയ്ത്. ചടങ്ങിൽ പ്രസിഡന്റ് VN ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാർ, സെക്രട്ടറി PV പ്രശാന്ത്, നിഖിൽ കൊടിയത്തൂർ, PS സിംസൺ, M സീനത്ത്, അലക്സ് കുര്യൻ, M മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി പത്തിരിപ്പാല ഹൈസ്കൂളിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തി DYFI. മണ്ണൂർ, ഈസ്റ്റ് മണ്ണൂർ മേഖലാ കമ്മിറ്റികളുടെ
നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ. മണ്ണൂർ ഈസ്റ്റ് മണ്ണൂർ മേഖലാ കമ്മിറ്റികളുടെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ ആഭിമുഖ്യത്തിലാണ് പത്തിരിപ്പാല ഹൈസ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൽ മുത്തലിഫ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KA അസീസ്, AV അർജുൻ, രാജേഷ് കുമാർ, ബിപിൻ കുമാർ, അജിത്ത്, മുസ്തഫ, രേഷ്മ എന്നിവരും പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സത്യമേവ ജയതേ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഷൊർണൂരിൽ റെയിൽവേയുമായി സഹകരിച്ച് വൃക്ഷത്തൈകൾ വിതരണവും ബ്രോഷർ പ്രകാശനവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. സ്റ്റേഷൻ മാനേജർ സന്തോഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിദ്യാലയങ്ങളിലെ NSS വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കാളികളായി. സത്യമേവ ജയതേ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വൺ എർത്ത് വൺ മിഷൻ എന്ന പ്രോഗ്രാം ഇന്ത്യയിലെമ്പാടും നടത്തി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൃക്ഷത്തൈകളുടെ വിതരണവും ബ്രോഷർ പ്രകാശനവും പ്രതിജ്ഞ ചൊല്ലലും സംഘടിപ്പിച്ചത്. ഷൊർണൂർ റെയിൽവേയുമായി സഹകരിച്ചായിരുന്നു പരിപാടി ഒരുക്കിയത്. ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സ്റ്റേഷൻ മാനേജർ സന്തോഷ് നിർവഹിച്ചു. നമ്മൾ സാഹിത്യകാരന്മാരും വൈജ്ഞാനികരും എല്ലാവരും അതിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ ആവശ്യകത, അതിൻ്റെ ഇമ്പോർട്ടൻസ് അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കാൻ തുടങ്ങിയത്. 1973 മുതൽ 50 വർഷത്തിൽ കൂടുതലായി 150-ൽ കൂടുതൽ രാജ്യങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതാണ് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനും മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഏറ്റവും ആത്യന്തികമായിട്ടുള്ളത്. കണ്ടുപിടുത്തങ്ങളേക്കാൾ ഉപരിയായി പ്രകൃതി നിലനിൽക്കണം, പരിസ്ഥിതി നിലനിൽക്കണം. തുടർന്ന് ബ്രോഷർ പ്രകാശനവും പ്രതിജ്ഞ ചൊല്ലലും ഉണ്ടായിരുന്നു. ചടങ്ങിൽ റെയിൽവേ ഹെൽത്ത് ഇൻസ്പെക്ടർ അനില, ട്രസ്റ്റ് ഫൗണ്ടർ വിവേക് എന്നിവർ സംസാരിച്ചു. റെയിൽവേ ജീവനക്കാർ, തൊഴിലാളികൾ, ട്രെയിൻ യാത്രക്കാർക്ക് എന്നിവർക്കാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ വിവിധ സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസ വികസന വിരോധ സമരങ്ങളിൽ പങ്കുണ്ടായിട്ടില്ലെന്നതാണ് KSUവിൻ്റെ പ്രത്യേകതയെന്ന് രമേശ് പിഷാരടി MLA. ഇന്ന് വിദേശ സർവകലാശാലകളെ ക്ഷണിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിയത് എങ്ങനെ സംഭവിച്ചെന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ സ്വാശ്രയ കോളേജ് സമരവും ചേർത്ത് വായിക്കണമെന്നും MLA. പാലക്കാട് KSUവിൻ്റെ 70ാം ജന്മദിനാഘോഷം. വർണ്ണാഭമായി 2026-27 അധ്യയന വർഷത്തെ അംഗനവാടി പ്രവേശനോത്സവം. അംഗനവാടികളിൽ പാട്ടും കഥയും കളികളുമായി കുരുന്നുകളെ സ്വീകരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടികളും ഈ വർഷത്തോടെ പൂർണ്ണമായും വൈദ്യുതീകരിക്കുമെന്നും കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി അംഗനവാടികളിൽ ആഴ്ചകളിൽ നൽകി വരുന്ന പാലും മുട്ടയും എല്ലാ ദിവസവും നൽകുമെന്നും വനിതാ ശിശുവികസന വകുപ്പ്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും കോട്ടായി മിനി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ല. വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ചാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം. ബസ് സ്റ്റാൻഡിൽ ശുചിമുറി ഇല്ലാത്തതും മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതും സ്റ്റാൻഡിൽ കയറുന്നതിന് തടസ്സം. കോട്ടായി സെൻട്രലിലെ ഗതാഗതക്കുരുക്ക് പഴയപടി തന്നെ. ഷൊർണൂരിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കടത്തിയ 19.5 ലക്ഷം രൂപയുമായി യുവാവിനെ ഷൊർണൂർ പോലീസ് പിടികൂടി. മഹാരാഷ്ട്ര സ്വദേശിയായ സന്തോഷാണ് പോലീസ് പിടിയിലായത്. ട്രെയിൻ മാർഗം പണം ഷൊർണൂരിലെത്തിച്ച് അവിടെ നിന്നും ബസ് മാർഗം പണം തൃശ്ശൂരിൽ എത്തിക്കാനായിരുന്നു പദ്ധതി. 2025-ൽ രേഖകളില്ലാതെ 33 ലക്ഷം കടത്തിയ കേസിൽ കുഴൽമന്ദം പോലീസിലും പ്രതിക്കെതിരെ കേസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.